സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായി ഒരു പനീർ കറി ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ 200 ഗ്രാം പനീറാണ് എടുക്കുന്നത്. പനീറും ചപ്പാത്തിയും അധിക പേരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. പനീർ കറി ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല താനും. ഈ ഒരു തക്കാളി നമുക്ക് അരച്ച് മാറ്റി വയ്ക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും 5-10 വെളുത്തുള്ളിയും 2 പച്ചമുളകും 1 സവോളയുമാണ് ഇനി വേണ്ടത്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. ഒരു കാപ്സിക്കവും വേണം. ഇനി അഥവാ ഇതൊന്നും ഇല്ലെങ്കിലും പനീർ കറി ഉണ്ടാക്കിയാൽ സൂപ്പർ തന്നെയാണ്. ഇനി ഒരു സവോള വലുതായി മുറിച്ച് വെക്കാം. ഒരു സവോളയൊന്ന് അരച്ചും വെക്കാം. അതുപോലെ ഒരു തക്കാളി കൂടി അരച്ച് വെക്കാം. രണ്ടും വേറെ വേറെ അരച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് നല്ലതുപോലെ അരച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ച കൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിന് വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കേണ്ടതുള്ളൂ. ഇനി ഒന്ന് ചെറുതായി അരച്ചെടുത്ത സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ അധികം എണ്ണ ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തത്. ഇതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇത് സൈഡിലേക്ക് മാറ്റിയ ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇടാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം.
ഇവയുടെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന പനീർ കറിയാണ്. പനീർ ഫ്രൈ ചെയ്യുകയൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം മുറിച്ചതും പനീർ മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം മൂടി വയ്ക്കാം. പനീർ മുതിർന്നവരും ചെറിയ കുട്ടികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഇത് കൊച്ചു കുട്ടികളും ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തിയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളും ഒന്ന് മറക്കാതെ ഇത് ഉണ്ടാക്കി നോക്കൂ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.